രാഹുൽ ഗാന്ധിയുടെ അംഗത്വം പുനഃസ്ഥാപിച്ചു കൊടുത്തു. ഇന്ത്യ രാജ്യത്ത് ലോക ചരിത്രത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ പറയാം, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവിന്റെ ലോക്സഭാംഗത്വം ജനങ്ങൾ തെരഞ്ഞെടുത്ത, അതും നമ്മൾ വയനാട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ വയനാട്ടിലെ ജനങ്ങൾ 4,75,000 വോട്ടിന് തെരഞ്ഞെടുത്ത ഒരു പാർലമെന്റ് അംഗത്തെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ, ഒരു ചെറിയ പ്രസംഗത്തിന്റെ പേരിൽ പരമാവധി ശിക്ഷയായ 2 കൊല്ലം കൊടുത്ത് നമുക്കറിയാമല്ലോ, കാലിനനുസരിച്ച് ചെരുപ്പല്ല, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുകയാണ് ഇവിടെ നീതിന്യായ വ്യവസ്ഥ ചെയ്തത് അവിടുത്തെ കാര്യത്തിൽ. കാരണം ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തണമെങ്കിൽ പരമാവധി ശിക്ഷ 2 കൊല്ലം വേണം. മാനനഷ്ട കേസിൽ 2 കൊല്ലം ശിക്ഷ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ആ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടില്ല 2 കൊല്ലം പരമാവധി ശിക്ഷ കൊടുത്ത് അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്നും പുറത്താക്കി സർക്കാരിന്റെ ബംഗ്ലാവിൽ നിന്നും പിടിച്ചു വലിച്ചു പുറത്തിട്ട് ഇതിനു മുൻപ് 58 മണിക്കൂർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. എന്തായാലും രാജ്യത്തുണ്ടാക്കിയ വലിയ അഴിമതിക്കാരനായി രാഹുൽ ഗാന്ധിയെ ചിത്രീകരിച്ച് അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി 58 മണിക്കൂർ ഇന്ററോഗേഷൻ, സോണിയാഗാന്ധിക്കെതിരെ ഇന്ററോഗേഷൻ. ഞാൻ പറഞ്ഞു വന്നത് ഈ പശ്ചാത്തലമാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാരെ നട്ടലിന് ഉറപ്പില്ലാത്ത, ED എന്നും CBIയും കണ്ട പേടിച്ചോടുന്ന കുറെ ഭീരുക്കള് ഈ പേടിപ്പെടുത്തുന്ന കീഴടങ്ങി പാർട്ടി വിട്ടുപോയി. ആ പാർട്ടി വിട്ടുപോയവരെ കുറിച്ചൊക്കെ നമുക്ക് ഓർത്ത് സഹതപിക്കാം. പക്ഷെ അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്തു ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൂടെ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് നമ്മുടെ ഒരു MP, പാർലമെന്റിലെ MP, സുരേഷിന്റെ കൂടെയൊക്കെ പാർലമെന്ററി പാർട്ടി ഭാരവാഹിയുടെ MP, പാർട്ടി മാറി അമിത്ഷാ അവിടെ പോയി പറഞ്ഞത്, പ്രധാനമന്ത്രി പോയി പറഞ്ഞത്, എൻ്റെ 5 കൊല്ലക്കാലമായി ഞങ്ങൾ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. ആ പ്രസംഗത്തിൽ പറഞ്ഞത്, തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ. പക്ഷേ പുള്ളി ദയനീയമായി തോറ്റു. പുള്ളി എന്നിട്ടും വീണ്ടും മന്ത്രിയാക്കിയവർ. ഞാൻ പറഞ്ഞു വന്നത്, ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ ഇരിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് വിജയത്തിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ചുക്കാൻ പിടിച്ച നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ അശോക് ചവാന്റെ പേരിലായിരുന്നു ആദർശ് കുംഭകോണം ഉണ്ടായത്. കോൺഗ്രസിനെ മുഴുവൻ, കോൺഗ്രസിന് ഒരു പങ്കും അറിയത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനമാണ് ആദർശ് കുംഭകോണമായിട്ട് മാറിയത്. കോൺഗ്രസ് പാർട്ടിയിൽ 25, 30, 40, 45 കൊല്ലം വർക്ക് ചെയ്ത് ജനങ്ങളോടൊപ്പം നിന്ന് പോരാടിയവരും അവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നതിൽ ആർക്ക് തെറ്റു പറയാൻ പറ്റും? പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ചെന്ന് നിൽക്കേണ്ടത് അന്തിമമായ പാർട്ടിയുടെ വിജയത്തിലേക്കായിരിക്കണം എന്നുള്ളത് ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ ജനം ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരുടെ നല്ലവരാണ്, പക്ഷേ തമ്മിലടി അവർ വിടുന്നില്ല എന്ന് പൊതുജനം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി ഒരു ഇഞ്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഈ ക്യാമ്പിൽ നമ്മൾ പൂർണ്ണവിരാമോട്ട് തീരുമാനിക്കും. അങ്ങനെ കോൺഗ്രസിനകത്ത് നിന്ന് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും പുറത്ത് പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോകരുതെന്ന് 1, 2, 3 പ്രാവശ്യം പറയാം. ആ 3 പ്രാവശ്യവും പറഞ്ഞ് അതേ രീതി തുടരുകയാണെങ്കിൽ സലാം പറഞ്ഞ് നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥ നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ ലക്ഷ്യം ക്ലിയറാണ്. കേരളത്തെ രക്ഷിക്കണം. ഐക്യജനാധിപത്യ മുന്നണി 2026 ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2025 മഹാഭൂരിപക്ഷം നമ്മുടെ പാവപ്പെട്ടവൻ മത്സരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് ബോഡികൾ, ബ്ലോക്ക് പഞ്ചായത്ത് ബോഡികൾ, ജില്ലാ പഞ്ചായത്ത് ബോഡികൾ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ഇതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടുന്നത്. എനിക്ക് കുറച്ച് ആത്മവിശ്വാസമുണ്ട്. വരാനിരിക്കുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ നാളുകളായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ആ കോൺഗ്രസിന്റെ നാളുകൾ കേരളത്തിലേക്കും വരുന്ന നമ്മുടെ മോശം കാലം കഴിഞ്ഞു. 8 കൊല്ലക്കാലമായി നമ്മളിങ്ങനെ നിൽക്കുക. നമ്മുടെ മോശം കാലം കഴിഞ്ഞു. മോശമാക്കണമെന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനിക്കുന്നില്ലെങ്കിൽ നമുക്കിനി മോശം കാലമില്ല എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കുക.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.